ഹലോ. ഇന്ന് ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൽ പോയതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അന്ന് പോയ സമയത്ത് എടുത്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പയ്യാവൂർ പോയിട്ട് അവിടെ നിന്ന് KSRTCക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്രയുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയിട്ട് പോയത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, അതുപോലെ രണ്ട് ഇളയമ്മമാർ, അമ്മേൻ്റെ ഒരു ഫ്രണ്ട്, മോള്, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അച്ഛന് മാത്രമേ ടിക്കറ്റ് വേണ്ടു, ഞങ്ങൾക്ക് ആർക്കും ടിക്കറ്റ് വേണ്ട. അപ്പോൾ ബസ്സിൽ രാവിലെ ഒന്നും വലിയ തിരക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ 7:30 ബസ്സിനാണ് പയ്യാവൂരിൽ കയറുന്നത്. അതിന് പോയാൽ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും, വേറെ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇരുട്ടിയിലെത്തുമ്പോഴത്തേക്കാണ് കുറച്ച് ആൾക്കാരെല്ലാം വരാനും കയറാനും നല്ല തിരക്കാവാൻ തുടങ്ങിയത്. അമ്പലത്തിലേക്കുള്ള ആൾക്കാരെല്ലാം, സ്ത്രീകളെല്ലാം പൊതുവേ ഇതിന് കാത്തുനിന്ന് കയറാൻ തുടങ്ങിയിന്. അപ്പോൾ ഏകദേശം നല്ല തിരക്കായിന്. അതിന് ശേഷം കൊട്ടിയൂരേക്ക് എല്ലാ വർഷവും പോകണമെന്ന് വിചാരിച്ചാലും എനിക്ക് നടന്നിട്ടില്ല. എന്തോ വീട്ടിൽ നിന്ന് എല്ലാവരും പോയാലും ഓരോരോ തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. ഈ വർഷം പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. ഈ സ്ഥലം ഉണ്ടല്ല, നീണ്ടു നോക്കി എന്നാണ് ഈ സ്ഥലത്തിന് പറയാം. അത് ഇളയമയാന്ന് പറഞ്ഞത്. അത് സതീദേവി യാഗത്തിന് പോകുന്ന സമയത്ത് പേടിച്ചല്ലേ പോകുന്നത്. അവിടെ എത്തുന്ന സമയത്ത് നീട്ടി നോക്കിയ സ്ഥലമാണ്. അതിനുകൊണ്ടാണ് നീണ്ടു നോക്കി എന്നുള്ള പേര് വന്നത് എന്നെല്ലാം ഇങ്ങനെ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനടുത്ത് ഏകദേശം എത്തി. അവിടെ വരെ യാത്രയും കാര്യങ്ങളും എല്ലാം നല്ല സ്മൂത്തായിരുന്നു. ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഒരു 9:15, 9:30 ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിനി. വലിയ തിരക്ക് റോഡിൽ കാണാനുണ്ടായിട്ടില്ല. അത്ര വരെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിരുന്നു. നിങ്ങളെൻ്റെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും അധികം പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ കയറിയിട്ടുണ്ടാവുക. ആനയടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് ഞങ്ങളവിടെ എത്തിയ സമയത്താണ്. അപ്പോൾ ഞങ്ങളവിടെ കൊട്ടിയൂർ സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ നടന്നു. കാരണം ക്യൂ ആവുന്നതിനിടയ്ക്ക് വേഗം പോയി തൊഴാനുള്ളൊരു തിരക്കുകൊണ്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് നടന്നു. അവിടെ നടന്ന് ജസ്റ്റ് ആ ചന്തയിലെ കൂടെ അങ്ങോട്ട് ആ പാലത്തിന് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് വലിയൊരു തിരക്ക് വന്നു. ആ തിരക്ക് കണ്ട സമയത്ത് അച്ഛൻ പറഞ്ഞു, ഇന്ന് ഇവിടുന്നേ ക്യൂ തുടങ്ങലാണെങ്കിൽ നമ്മളിന്ന് വൈകുന്നേരം ആയാലും പോകില്ല. ആ തിരക്കാണ് ഈ കാണുന്ന തിരക്ക്. ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു. എന്നാൽ സംഭവം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് പറഞ്ഞത് അവിടെ ആന ഇടഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വിടുന്നില്ല, ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ആനക്കെന്തോ ചെറിയ ദേഹാസ്വാസ്ഥ്യം തോന്നിയത് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു അരമണിക്കൂറത്തേക്ക് ഞങ്ങളെ ബ്ലോക്കാക്കി വെച്ചു എന്നല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ബ്ലോക്ക് കഴിഞ്ഞ് പിന്നെ കടത്തി വിട്ടേരം അങ്ങോട്ടേക്ക് പോയി സ്മൂത്തായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പോയി. അപ്പോൾ പോകുമ്പം തന്നെ പുഴയിൽ മുങ്ങി അവിടെ നിന്നൊരു കല്ലെല്ലാം എടുത്ത് തയ്ച്ച് ചന്ദനക്കുറിയായിട്ട് തൊട്ടു. ചന്ദനത്തിൻ്റെ കളറാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ഭക്തിക്കനുസരിച്ച് ഓരോരോ കളറിൽ കുറി കിട്ടുന്നില്ലത്. അങ്ങനെ ഇപ്പോൾ ചെരുപ്പും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണമല്ലോ, അങ്ങോട്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചെരുപ്പും നമ്മുടെ കയ്യിലുണ്ടായ ബാഗും ഇതെല്ലാം ഒഴിവാക്കി ഞങ്ങളുടെ ക്ലോക്ക് റൂമിൽ ചെറിയൊരു ഫീസ് കൊടുത്താൽ വെക്കാൻ പറ്റും, അത് വെച്ചു. അത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഒരു ഓട്ടമായിരുന്നു. വേഗം ക്യൂവിൻ്റെ മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഓടിയതാണ്. പിന്നെ ഞങ്ങൾ ക്യൂവെല്ലാം നിന്നിട്ട് തൊഴുതു. ഇത് ഈ പറഞ്ഞ പോലെ വലിയ കൂടുതൽ വീഡിയോസൊന്നും ഞങ്ങൾ അധികം എടുത്തിട്ടില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് എടുത്തത്. നല്ല തിരക്കാണ്. ഞങ്ങൾ പോയ സമയത്ത് നമ്മളൊരു 10 മണി സമയത്തെല്ലാം അമ്പലത്തിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും കുറച്ച് ഒരു 11, 12 മണിയാകുമ്പോഴത്തേക്കാണ് തിരക്ക് നന്നായിട്ട് വരാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ ആ ചിറയിലെ കൂടെ പോലും നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല, അത്രയും തിരക്കായിന്. ദർശനത്തിന് ശേഷം ഞങ്ങൾ ആ ചിറയിലെ കൂടിയെല്ലാം നടന്നു. അപ്പോൾ കൂടുതലും കർണാടകക്കാരുണ്ടായിന് കേട്ടോ. ഫുൾ അവരെ ഭാഷയിൽ അവരെ സംസാരവും അങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങളാണുള്ളത്. മലയാളികളെക്കാൾ കൂടുതൽ കർണാടകക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. വർക്കിംഗ് ഡേ എല്ലായിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിട്ടുണ്ടായി. എനിക്ക് അടുത്ത തിരക്കിനെ കുറിച്ച് അറിയില്ല, വീഡിയോ കണ്ടിട്ടില്ല, പരിചയമില്ലു. പക്ഷെ അവരൊന്നിച്ച് വന്നവരെല്ലാവരും പറഞ്ഞു നല്ല തിരക്കുണ്ടായിന് എന്നുള്ളത്. അപ്പോൾ ഈ ഓലമേഞ്ഞ കുറേ ഷെഡുകളാണല്ലേ, കയ്യാലകൾ എന്ന് പറയുന്നത്, അങ്ങനെയാണ് അവിടെ ഉണ്ടാവും. അവിടെ വേറെ ബിൽഡിങ്ങോ കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദർശനത്തിന് ശേഷം ഞങ്ങൾ ഓരോ ചുക്ക് കാപ്പി അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് നിന്ന് കൊടുക്കുന്നുണ്ടായിന്. ചുക്ക് കാപ്പിയെല്ലാം കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നിട്ട് വീഡിയോയും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ തന്നെ പ്രസാദമുണ്ട്, പിന്നെ അത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും വേറെ ക്യൂ ഉണ്ട്. നമ്മളന്നേരം തന്നെ വേഗം 1 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വേഗം ചോറുണ്ണാൻ വേണ്ടി ക്യൂവിൽ പോയി നിൽക്കുക ചെയ്തത്. ക്യൂവിൻ്റെ കാര്യങ്ങളും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എല്ലാ സ്ഥലത്തും വീഡിയോഗ്രാഫി അവിടെ അനുവദനീയമല്ല. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റേ സ്വയംഭൂവിൻ്റെ അവിടെയോ അമ്മാരത്തറേൻ്റെ അവിടെ ഒന്നും പോയി വീഡിയോ എടുക്കൽ പറ്റൂല. അവർ സ്ട്രിക്റ്റ് ആയിട്ട് വളണ്ടിയേഴ്സ് പറയുന്നുണ്ട് വീഡിയോഗ്രാഫി പറ്റില്ല. നമ്മളെ വീഡിയോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വിടുന്നില്ല, എന്നാലും എടുക്കുന്നുണ്ട്. ഇതാണ് ചോറ് ഒരു സാമ്പാറുമാണ് ഉണ്ടായത്. അത് മതി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആന ഇടഞ്ഞു അല്ലെ ആനക്ക് ദേഹാസ്വസ്ഥ ഉള്ള ഒരു മാധ്യമങ്ങളെല്ലാം വല്ലാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ അത്രയും വലിയ രീതിയിലുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ആനക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശീവേലി കുറച്ച് വൈകിട്ടാണെങ്കിലും ആ ആനേനെ അവർ വെച്ച് തന്നെ ശീവേലി നടന്നിട്ടുണ്ടായിന്. അപ്പോൾ ആനപ്പുറത്ത് 2 വിഗ്രഹങ്ങളും വെച്ചിട്ട് ദേവിയും ദേവനുമാണ് വരിക. അത് വെച്ചിട്ടാണ് ശീവേലി നടക്കുക എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പോൾ അതെനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ദേവിയാണ് മുന്നിൽ പോവുക, ദേവൻ പിറകിൽ പോവുക ചെയ്യുന്നത്. കുറച്ച് നേരം അതെല്ലാം നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടുന്ന് മടങ്ങുക ഉണ്ടായത്. ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അത് കഴിയുമ്പോഴത്തേക്ക് 2-2:30 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. പിന്നെ ഇപ്പുറത്തെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിട്ടില്ല, ഇക്കരെ കൊട്ടിയിലേക്ക് തൊഴാൻ വേണ്ടി പോകണമല്ലോ, അതുകൊണ്ട് വേഗം അവിടുന്ന് മടങ്ങി. നല്ല വെയിലായതിനും അതുകൊണ്ട് ഞങ്ങൾ തോർത്തെല്ലാം തലയിലിട്ട് നടന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു തിരക്കിട്ട ഓട്ടമായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടില്ല. പുഴയും പാലം അതൊന്നും ജസ്റ്റ് ഇങ്ങനെ കണ്ടു എന്നല്ലാണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ സാവധാനത്തിൽ എല്ലാം കണ്ട് പിന്നെ നോക്കി പുഴയും പാലും വഴിയെല്ലാം നോക്കിയിട്ട് പോയത്. കുറച്ചങ്ങോട്ട് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ കുറേ ചന്തയും കാര്യങ്ങളും വിൽക്കാൻ വേണ്ടി എന്തെല്ലോ വെച്ചിട്ടുണ്ടായിന്. ആ സ്ഥലത്ത് കുറേ മാലകൾ വെച്ചിട്ടുണ്ടായിന്, നല്ല മാലകൾ, നമ്മൾ നല്ല സാരീൻ്റെ കൂടെ ഇടാൻ വേണ്ടി പറ്റുന്ന നല്ല നല്ല വലിയ വലിയ മാലകൾ. പക്ഷേ ആ മാലകൾക്കെല്ലാം വലിയ റേറ്റൊന്നുമില്ല, 50 രൂപക്കാണ് ആ മാലയെല്ലാം വെക്കുന്നുണ്ടായിന്. കുറേ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായി. നമ്മളതെല്ലാം നോക്കി, ഒന്നും പ്രത്യേകിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. കുറച്ച് നേരം അവിടെ നിന്ന് അതെല്ലാം നോക്കിയതിന് ശേഷം ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുക ചെയ്തത്. ഇക്കരെ കൊട്ടിയൂർ ഇപ്പോൾ അവിടെ അമ്പലം തുറന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഉള്ളിൽ കയറി തൊഴാന്നല്ലാണ്ട് നട തുറക്കൂല. കാരണം അവിടുത്തെ കാര്യങ്ങളും വിഗ്രഹങ്ങളെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പുറം വന്ന് എല്ലാ സ്ഥലത്തും ഓടപ്പൂവാന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. ദക്ഷൻ്റെ താടി ശിവൻ ദേഷ്യത്തിൽ വലിച്ച് പറിച്ചെറിഞ്ഞ അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ പ്രകാരമാണ് ഈ ഓടപ്പൂവ് ദക്ഷൻ്റെ താടി എന്നുള്ള രീതിയിൽ വെക്കുന്നത്. അപ്പോൾ അത് അവിടെ പോയി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങി. 80 രൂപക്കും 100 രൂപക്കും 120 രൂപക്കും എല്ലാം വെക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടത്തിനുള്ള ഏതാണെന്ന് വെച്ചാൽ വാങ്ങാം. അതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് അവിടുത്തെ ആൾക്കാർ കരുതുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.